ഇതാണ് ബിഗ് ബുദ്ധ. ഇത് അനങ്ങുന്നത് എന്നാ വീഡിയോ എടുത്തോ. അപ്പോൾ പട്ടാലെ നമ്മളെ വൺ ഡേ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം ബീച്ചിൽ തന്നെ തുടങ്ങാം. ബീച്ചിൽ നല്ല അടിപൊളി കാറ്റും കൊണ്ട്, നല്ല ചൂട് കാറ്റും കൊണ്ട് നമുക്കിവിടെ ഇരുന്ന് ഒരു കരിക്കൊക്കെ കുടിച്ച് മെല്ലെ അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇവിടെ നിന്ന് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. നമ്മൾ വൺ ഡേ എങ്ങനെയാണ് നമ്മൾ ഒരു പകല് നമുക്ക് പട്ടായയിൽ ചിലവഴിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗായ്സ്. ഇതാണ് പട്ടായ ബീച്ച്. പട്ടായ ബീച്ച് നിങ്ങൾക്ക് കാണാൻ ഒരുപാട് തോണി, ബോട്ട്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. തോണിയല്ല, ബോട്ടാണ്. ബോട്ട് സർവീസ് ചെയ്യുന്നതും അങ്ങനെ ഇവിടെ നിന്ന് അടുത്ത ഒരു ഐലൻഡിലേക്ക് പോകാനുള്ള ബോട്ട് സർവീസും പിന്നെ ചെറിയ ജെർക്കി ടൈപ്പുള്ള നമ്മളെ എന്താ പറയുക ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന നല്ല ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ കിഡ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബീച്ചിലൊക്കെ പോകുമ്പോൾ. പിന്നെ ഇത് നിങ്ങൾക്ക് റോഡ് സൈഡ് കാണാം. ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് അങ്ങ് ദൂരെ അവിടെ വരെ ആൾക്കാർക്ക് ഇരുന്നിട്ട് ഇങ്ങനെ എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റും. നല്ല അടിപൊളി സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ആ ലാസ്റ്റ് അറ്റം വരെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ തായ്ലൻഡിൽ പട്ടായയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നമുക്കിവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തായ്ലൻഡിലെ പട്ടായയിലുള്ള ബിഗ് ബുദ്ധയിലാണ് വന്നിരിക്കുന്നത്. ബിഗ് ബുദ്ധ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ കാണിച്ചു തരുന്നത് നല്ല അടിപൊളി ഒരു ബുദ്ധയാണ്. കടൽക്കരയിൽ കാണാൻ പറ്റുന്ന ഒരു ബുദ്ധയാണിത്. ഇവിടെ നിന്ന് നമുക്ക് ബാങ്കോക്ക് അല്ല, പട്ടായ സിറ്റി വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അബി ഇന്ന് കാണിച്ചു കൊടുത്ത എല്ലാവരെയും നമ്മുടെ ബിഗ് ബുദ്ധ. ഇതാണ് ബിഗ് ബുദ്ധ. ഇത് നമ്മുടെ പട്ടായ ബീച്ചിൻ്റെ അരികെയാണ് നിൽക്കുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് പട്ടായ സിറ്റിയിൽ നിന്നും. ഇവിടെ നോക്കി നമുക്ക് പട്ടായ സിറ്റി മൊത്തം കാണാം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരുപാട് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിശദമായി വീഡിയോ കാണിക്കുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. നമുക്കിങ്ങനെ ബുദ്ധയുടെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇവിടെ കാണാം. ഒരുപാട് ബുദ്ധപ്രതിഷ്ഠകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനൊക്കെ പിന്നെ ഓരോരോ ആചാരങ്ങളും ഓരോരോ ഹൈറ്റൊക്കെ ചോദിച്ചാൽ ഒരു കുറേ ഹൈറ്റ് ഉണ്ടാവും. ഏകദേശം ഉണ്ടാവും, 19 അടി ഉണ്ടാവും. സരസ്വതിയാണോ തായിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അറിയില്ല. സരസ്വതിയാണോ 3 മുഖം കൊണ്ട് ബ്രഹ്മാവാനാണ് പറയുന്നത്. 3 മുഖം ബ്രഹ്മാവാനാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കാണാം ഓരോരോ വിഗ്രഹങ്ങൾ പോലെയുള്ള പ്രതിഷ്ഠകളും. ചന്ദനത്തിലേക്ക് ഒരുപാട് കത്തിച്ചിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഒരുപാട് ബുദ്ധകളും പ്രതിമകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമാണ്. കടൽക്കരയ്ക്ക് ഇങ്ങനെ കാണാൻ നല്ല കാറ്റാണ്. കുറച്ച് വൈകിട്ടാകുമ്പോൾ വരണം. അതെ, ഇതിപ്പോൾ ഉച്ച സമയമാണ്. നമ്മുടെ ഇവിടെ നല്ല ചൂടാണ്, പക്ഷെ എന്നാലും കാറ്റുള്ളതുകൊണ്ട് ആ ചൂട് അങ്ങനെ അങ്ങ് പോകും. നല്ല കാഴ്ച കാണാം, നല്ല കടൽക്കരയൊക്കെ. ഇതൊക്കെയാണ് പട്ടായ സിറ്റിയിൽ നിൽക്കുന്ന ബിഗ് ബുദ്ധ. ബിഗ് ബുദ്ധയുടെ ആ ഒരു സ്റ്റാച്ചു നിൽക്കുന്ന ഹൈറ്റിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് പട്ടായ സിറ്റിയും പട്ടായ സിറ്റിയിലെ ബിൽഡിങ്സും അതുപോലെ ബീച്ചും അക്കരെയുള്ള നമ്മുടെ ദ്വീപ്, നമ്മൾ നാളെ അങ്ങോട്ടാണ് പോകുന്നത്, അവിടെയൊക്കെ കാണിച്ചു തരാം. അവിടെയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കാരണം അത്ര ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്കോക്കിൽ മാത്രമല്ല, പട്ടായും ഒരു വലിയൊരു സിറ്റിയാണ് തായ്ലൻഡിൽ. അപ്പം എല്ലാവരും വരുമ്പോൾ ഇനി എന്തായാലും ബിഗ് ബുദ്ധയിൽ വരണം. ഇവിടെ വരാൻ വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ഓർക്കിഡ് സ്ട്രീറ്റിൽ നിന്ന് വെറും ഒരു 40 ബാത്ത് അല്ല 30 ബാത്ത് ടുക് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. എല്ലാം ബൈ ടാക്സിക്ക് ഒരാൾക്ക് 50 ബാത്തോ അങ്ങനെ ഒന്നും കൊടുത്താൽ ഇവിടെ എന്തായാലും എത്തും. 1.5 കിലോമീറ്ററേ പട്ടായ സിറ്റിയിൽ നിന്നുള്ളൂ. അപ്പം എല്ലാവരും ഇവിടെ എന്തായാലും വരണം. നിങ്ങൾക്ക് ഇവിടെ വരണം ഒരാളാവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ വന്ന് തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസും കഴിഞ്ഞ വീഡിയോസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യണം. കാണാം. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മളങ്ങനെ പട്ടായയിലുള്ള എലിഫൻറ്റ് വില്ലേജിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കോഫിയൊക്കെ കുടിച്ച് നല്ല എലിഫൻറ്റ് ഷോ ഒക്കെ കണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാം. ഇവിടെ ഷോ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 11:30, 1:30, 3:30, 5 മണി. പിന്നെ ഇവിടെ അതിൻ്റെ പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. 400 ബാത്തൊക്കെയാണ് റൈഡ് ചെയ്യാനൊക്കെ. പിന്നെ ഇവിടെയുള്ളവരാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് എൻട്രി ഉണ്ട്. പക്ഷേ ടൂറിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കയറുമ്പം പൈസ ഒരു ഫീ ഒക്കെ ഉണ്ട്, അത് കൊടുക്കണം. അപ്പം നമ്മളങ്ങനെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് കയറ്റി നമ്മൾ കാണാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്നൊക്കെ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ കണ്ട ആനക്കുട്ടൻ. അവിടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പഴം നമുക്ക് കൊടുക്കാം. നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് പഴം കൊടുക്കാം. അങ്ങനെ അബീത പഴം കൊടുക്കാൻ പോവുകയാണ്. ആനക്ക് കണ്ടറിയാം ഇത് അരിക്കൊമ്പനാണോ. അബിയുടെ പഴം വേണ്ടെന്ന് പറഞ്ഞിട്ട്
ആന തിരിച്ചു പോയി. അങ്ങനെ ചമ്മി അബി. നമ്മളെ തായ്ലൻഡിലെ ചക്കക്കൊമ്പനും അരിക്കൊമ്പനാണിത്. നമ്മളങ്ങനെ പിടിച്ചു കെട്ടി ഈ രണ്ടിനെയും. 3 ആനേനെ കിട്ടി അബിക്ക്. അങ്ങനെ ഇതാണ് നമ്മുടെ കഫേ. ഇവിടെ നിന്ന് നമുക്ക് കോഫിയോ അല്ലെങ്കിൽ അങ്ങനെ കൂൾ ഡ്രിങ്ക്സിലൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാം. പിന്നെ അപ്പുറം പോയിരുന്നാൽ നമുക്ക് ആനയുടെ സഫാരി ഷോ ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നല്ല തിരക്കാണ്, നല്ല ക്യൂ ഒക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് കോഫിയൊക്കെ വാങ്ങുന്നുണ്ട്. നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇവിടെ നിന്നാണ് നമ്മൾ ആനപ്പുറത്ത് കയറാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എലിഫൻറ്റ് റൈഡൊക്കെ പോകാം. ഒരാൾക്ക് 400 ബാത്താണ്. നമുക്ക് എലിഫൻറ്റിൽ മേലെ കയറി ആനപ്പുറത്ത് കയറി ഇങ്ങനെ നടക്കാം. അപ്പം ഞാനും അബിയും കൂടെ എലിഫൻറ്റ്, അതായത് ആനപ്പുറത്ത് കയറാൻ പോവാണ്. 600 ബാത്താണ്. അത് രണ്ടുപേർക്കും കൂടെ ഒരാൾക്ക് 300 വെച്ചിട്ട് ഒരു ആനപ്പുറത്ത് നമ്മൾ രണ്ടുപേരും കയറും. അത് വളരെ എക്സൈറ്റ്മെന്റ് ആയിരിക്കുകയാണ് ആനപ്പുറത്ത് കയറാൻ വേണ്ടി. ഇത് നമുക്കൊരു അത് പറയാം വെള്ളത്തിലൊന്നുമില്ല. എന്ത് വെള്ളത്തിൽ അതൊന്നും നമ്മൾ പറയാമല്ലോ. അത് നമുക്ക് കാണാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആനപ്പുറത്ത് കയറി നല്ല വെറൈറ്റി യാത്രയാണ്. ആനപ്പുറത്ത് കയറിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പം ആന വരും. നമ്മൾ രണ്ടാളും കയറാൻ പോവാണ്. ഞാൻ പിടിക്കൊന്നുമില്ല, വേനൊന്നും എടുക്കില്ല, ചവിട്ടിക്കോ. അബി ഇതാ കയറാൻ പോവാണ്. അബി അങ്ങനെ കയറി. അബി അങ്ങനെ കയറി അരിക്കൊമ്പിന്റെ പുറത്ത് അടുത്ത ഞാൻ കയറാൻ പോവാണ്. ഞാൻ കണ്ടറിയാം ഞാൻ എങ്ങനെ കയറാം. അങ്ങനെ നമ്മൾ ആനപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആനപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനപ്പുറത്ത് കണ്ടോ, നമ്മളെ നാട്ടിലെ അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ തായ്ലൻഡിലെ കൊമ്പന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊമ്പനല്ല, പിടിയാനയാണ്. അങ്ങനെ നമ്മൾ വെള്ളത്തിലോട്ട് പോകാൻ പോവുകയാണ്. ആനപ്പുറത്ത് കയറി നമ്മൾ വെള്ളത്തിലോട്ട് അങ്ങനെ നമ്മൾ വെള്ളത്തിലൂടെ ആനപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജംഗിൾ ബുക്കിലൊക്കെ കാണുന്ന പോലെ ആനപ്പുറത്തെ വെള്ളത്തിലൂടെ നമ്മൾ ആനപ്പുറത്തൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ വെള്ളത്തിലൂടെ ഇങ്ങനെ എന്താ പറയുക, ചെറിയൊരു തടാകം പോലെയുള്ള ഇതിനകത്തൂടെ നമ്മളിങ്ങനെ കയറി പോവാണ്. കുന്ന് കയറ്റമാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇറക്കം വലിയ കുഴപ്പമില്ലായിരുന്നു. ഇനി ഇത് കുന്ന് കയറി പോകും. നമ്മൾ ചിലപ്പോൾ താഴെ കിടക്കും, പാറപ്പുറത്ത് കിടക്കും. ആന വലത്തോട്ടും, കാരണം ആനേനെക്കാട്ട് സൈസ് നമുക്കുണ്ട്. അതുകൊണ്ട് ആന ശ്രദ്ധിക്കണം നമ്മൾ കയറ്റുമ്പോൾ. അങ്ങനെ നമ്മൾ അതിസാഹസികമായി ആനപ്പുറത്ത് കയറി വെള്ളത്തിലൂടെ കരയിലേക്ക് വന്നു. നല്ലൊരു 1.5 യാത്രയായിരുന്നു. ആന ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ ഇത്രയും വെയിറ്റ് താങ്ങി കൊണ്ടുവന്ന ആനക്കൊരു പ്രത്യേക സമ്മാനം തന്നെ കൊടുക്കണം. അടുത്ത ചളിയാണ്. അപ്പോൾ നമ്മുടെ ആന സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം വൈകിട്ട് ഇവിടെയായി. ഇനി ഇവിടുന്ന് തിരിച്ച് നമ്മൾ ആദ്യം പട്ടായയിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 8 കിലോമീറ്ററുകൾ ഞാൻ പറഞ്ഞ പോലെ. അപ്പം നമുക്കിനി അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച കൂടെ കാണാം. അപ്പൊ ഇതാണ് നമ്മൾ അടുത്തതായി വന്ന പട്ടായയുടെ നെടുംതൂണായ പട്ടായ സിറ്റിയിൽ നടക്കുന്ന ഒരു മാർക്കറ്റാണ് പട്ടായ നൈറ്റ് ബസാർ. അപ്പൊ നമ്മൾക്ക് പകൽ വന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ പേര് തന്നെയുണ്ട്. ഇത് നൈറ്റിലാണ് ഓപ്പൺ ആയിട്ടിരിക്കുക മാത്രമല്ല തിരക്കുള്ളതും സാധനങ്ങൾക്ക് വാങ്ങിക്കാൻ ആളുകൾ വരുന്നതൊക്കെ ഈ സമയത്താണ് കൂടുതൽ. അപ്പൊ നമുക്ക് എന്നാല് ഈ ബസാറിന്റെ അകത്തേക്ക് കടക്കാം. പട്ടായ നൈറ്റ് ബസാറിന്റെ അകത്തേക്ക് പോയിട്ട് നമുക്ക് കാണാം. കമാൺ. ഇതിനകത്ത് വന്നാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുള്ള അവസരങ്ങളുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാം. ബാഗ്, ഡ്രസ്സ്, തൊപ്പി, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പട്ടായയിൽ വന്നിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി. ബാങ്കോക്കിലേക്ക് തിരിച്ചു പോയി ചെയ്യണമെന്നൊന്നുമില്ല, ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി. ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും പട്ടായയിൽ വന്ന് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് കയറിയാൽ മതി. നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. നമ്മൾ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരെങ്കിലും മേടിക്കായിരിക്കും. എന്നാലും നമുക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഇതിലൂടെ അങ്ങ് നടന്ന് കളിക്കാൻ കാണാം. നല്ല വെറൈറ്റി ഡ്രസ്സൊക്കെ കാണാം. ഇതെല്ലാം ഇട്ട് നാട്ടിലൂടെ നടക്കണം, നല്ല കൊരാന്നിരിക്കും. പട്ടായയിൽ വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പൈസ കുറവിൽ എനിക്ക് തോന്നുന്നത് ബാങ്കോക്കിലാണ് പട്ടായയിലേക്കാളും ചീപ്പ് സാധനങ്ങൾക്ക്. കാരണം ഇവിടെ കുറച്ച് പൈസ കൂടുതലാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് അത് പട്ടായ എന്നുള്ള ദൂരം അവർക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും റേറ്റ് കൂട്ടി ഇവിടെ കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പൈസ നോക്കാതെ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് എന്തായാലും വാങ്ങാം. കാരണം വെറൈറ്റി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും.
അങ്ങനെ നമ്മൾ നൈറ്റ് ബസാറിൽ നിന്നും ഇറങ്ങി നമ്മളങ്ങനെ ബീച്ച് സൈഡിലൂടെ നടക്കുവാണ്. നമ്മൾ രാവിലെ കണ്ട ബീച്ചാണിത്. അതിൻ്റെ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ നിൽക്കുന്ന കാണാം. അവരവരുടെ തൊഴിലിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. രാത്രി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഇതിലൂടെ നടന്ന് നമ്മുടെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലെത്തുന്നതാണ്. ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ ഇനി കുറച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തായി നമ്മൾ വന്നിരിക്കുന്നത് വാക്കിംഗ് സ്ട്രീറ്റിലാണ്. ഒരുപാട് ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാകും വാക്കിംഗ് സ്ട്രീറ്റിനെ കുറിച്ച്. അങ്ങനെ നമ്മൾ രാത്രി ഇവിടെ എത്തി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ രാത്രിയാണ് കൂടുതൽ കാണാൻ ഭംഗി. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ ഒരു പുതിയ ഒരു വീഡിയോയുമായി